ഇതാണ് ഹോളണ്ട് ടണൽ. ഹോളണ്ട് ടണലിലേക്കാണ് നമ്മൾ കയറുന്നത്. ഈ ടണലിലേക്ക് കയറുന്നതിന് 22 രൂപ. എത്രയാ? 22 രൂപ 38 സെന്റ്. ഓ, അപ്പോൾ ഈ ടണലിലോട്ടൊന്ന് കയറുന്നതിന് അതാണ്. ഇപ്പം എങ്ങനെ ഇവിടെ മനുഷ്യനെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക എന്നുള്ളത് പറയുന്നത് സത്യമാണ് അല്ലേ? കണ്ടോ, എല്ലാം ക്യാമറയാണ്, കംപ്ലീറ്റ് ക്യാമറ വെച്ചിരിക്കുക. കംപ്ലീറ്റ് ആരും ഇതിനെ കടന്നു പോകാൻ പറ്റിയല്ല, ഒരു ഈച്ച പോലും കടന്നു പോകാൻ പറ്റിയല്ല. ഫുൾ കൺട്രോളിലാണ്, ക്യാമറ കണ്ണുകളിലൂടെയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാം ക്യാമറ കണ്ണിലൂടെ അവർ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉൾപ്പെടെ. ആ ടണൽ കഴിഞ്ഞാൽ 9 രൂപ കൺജൻഷൻ ഫീസും കൊടുക്കണം. ഓ, ഈ ടണൽ തീരുന്നിടത്ത് അടുത്ത 9 രൂപ. അപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് 32 രൂപ. അപ്പോൾ മൊത്തത്തിൽ ഈ ടണൽ കയറി ഇറങ്ങുന്നതിന് 32 രൂപ വേണം. കൊള്ളാം, അടിപൊളി. വേണ്ട, ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സ്പീഡ് 35 ലിമിറ്റാണ്. സ്റ്റേ ഇൻ ലൈൻ. ടണലിലോട്ട് കയറുക. അവിടെ ഈസി പാസ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഈസി പാസ് സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടണലിലൂടെ കയറുകയാണ്. ഇതാണ് ടണല്. ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കയറുന്ന ടണലാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കയറുന്നു. നല്ല ലൈറ്റും ഒക്കെ ഇട്ട് നല്ല സംവിധാനമാണ് ടണലിൽ ഒരുക്കിയിരിക്കുന്നത്. കാശ് കൊടുത്താൽ എന്താ അല്ലേ? ഇത് ഏകദേശം എത്ര 100 വർഷം പഴക്കമുണ്ട് അല്ലേ? ഏകദേശം 100 വർഷം പഴക്കമുണ്ടെന്നാണ് സുരേഷ് പറയുന്നത്. അതുപോലെ ഇത് ഒരു ഏകദേശം എനിക്ക് വന്നൊരു 1.5 കിലോമീറ്റർ കാണുമല്ലേ? 2 കിലോമീറ്ററോളം ഉണ്ട് ഇത് കേട്ടോ, ഇതിന്റെ ദൈർഘ്യം. ഓ, ഇതിന് മേളിൽ വെള്ളമാണ്. ഓ, നദിയുടെ അടിയിലൂടെയാണ് ഇത് പോകുന്നത്. ഈ ടണല് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിനടിയിലെ ടണലാണിത്. അതിനകത്ത് ചോർച്ചയൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? ഒരു ചോർച്ചയില്ല. നമ്മുടെ നാട്ടിലെങ്ങാണോ വരുന്നെങ്കിൽ ഇതിപ്പോൾ ചോർന്നൊലിച്ച് ഇത് എപ്പം ടണല് ഇവിടുത്തേക്ക് കൺസ്ട്രക്ഷൻ അതുപോലെയാണ്, നിർമ്മാണം. ഇത് 2 ട്യൂബാ. ഒരു ട്യൂബ് അകത്ത് കാണുന്നു, അതിന് വെളിയിൽ ഒരു ട്യൂബ് ഉണ്ട്. കോൺക്രീറ്റ്. ഓ ശരി, കോൺക്രീറ്റ് ട്യൂബ്, അല്ലാതെ നമ്മുടെ റബ്ബർ ട്യൂബ് അല്ലേ? കോൺക്രീറ്റ് ട്യൂബാണ്. ഇപ്പം നമ്മുടെ അവിടെ ഒരു പാലം പണിഞ്ഞാലേ ഉദ്ഘാടനത്തിന് മുമ്പേ പൊളിഞ്ഞു വീഴും. പഞ്ചവടി പാലം, അങ്ങനെയുള്ള പഞ്ചവടി പാലം അല്ല ഇത്. ഇത് സായിപ്പ് പണിഞ്ഞ പാലമാണ്. ഈ പാലം അങ്ങനെയൊന്നും വീഴത്തില്ല. അതാണ് വെള്ളത്തിനടിയിലൂടെയുള്ള ടണല്. അതാണ് ഈ പാലം. എന്ത് മനോഹരമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരെണ്ണം പണിയണമെങ്കിൽ ഇനി എത്ര നൂറ്റാണ്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതാ ടൈലാണ് ഇതിനകത്ത് മൊത്തം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റോഡ് ടാർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ സൈഡിൽ മൊത്തം ടൈലാണ് പാകിയിരിക്കുന്നത് കേട്ടോ. ഭിത്തി മൊത്തം ടൈലാണ്. ഭിത്തിയും അതുപോലെ തന്നെ മുകൾ ഭാഗം എല്ലാം ടൈലാണ്. കംപ്ലീറ്റ് ടൈലാണ്. കംപ്ലീറ്റ് ടൈലാണ് പാകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് 1 കിലോമീറ്റർ ഒന്നും അല്ലെന്ന് തോന്നുന്നു. 2 കിലോമീറ്റർ ഒന്നും അല്ല, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നല്ലേ? 2 കിലോമീറ്ററാണ്. അതിലും 35 മൈൽ സ്പീഡിലാണ് പോകുന്നത്. നല്ല തിരക്കുണ്ട്. ടണലിലൂടെ പോകുന്നതിന് തിരക്കുണ്ട്. ഇതിൻ്റെ പൈസ നമ്മുടെ മുമ്പേ വാങ്ങിച്ചു കഴിഞ്ഞു.
നമ്മുടെ ഈസി പാസിൽ നിന്ന് അവര് പൈസ എടുത്തു കഴിഞ്ഞു. എനിക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. ഇല്ലെങ്കിൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. അവരുടെ മുമ്പിൽ ചെന്ന് പിന്നെ ഏത്ത ഇടേണ്ടി വരും അല്ലേ? അവർ പറയുന്ന ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. പെനാൽറ്റി അടച്ച് പറയുന്ന ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ തൂക്കാൻ പറഞ്ഞാൽ തൂക്കണം. അങ്ങനെയൊക്കെ ഇവിടെ പെനാൽറ്റി ഇല്ലേ? പിന്നെ ചിലപ്പോൾ 2 ദിവസം ക്ലീൻ ചെയ്യാൻ, റോഡ് ക്ലീൻ ചെയ്യാൻ പറയും. ഇങ്ങനെ ആരണ്ട് ഇങ്ങനെ ഇന്നലെ പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഇപ്പോൾ അവർ പറയുന്നത് കേട്ടോ, പുള്ളിക്ക് പെനാൽറ്റി അടിച്ചെന്ന്. പുള്ളിക്ക് പെനാൽറ്റി അടിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു 2 ദിവസം റോഡ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. മുനിസിപ്പാലിറ്റി ജോലി കൊടുത്തു 2 ദിവസം. അങ്ങനെ ഒരു ഭാഗ്യം പുള്ളിക്ക് ഉണ്ടായില്ലേ? നമ്മൾ മലയാളിയാന്നേ, ഞാൻ പേര് പറയുന്നില്ല. പുള്ളിയെ പൊങ്കാല ഇടണ്ടല്ലോ. പുള്ളി 62 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി ഇപ്പോഴും ജോലി ചെയ്യുന്നു. ഇവിടെ പിന്നെ പ്രായമില്ല, ജോലിക്ക് പ്രായമില്ലല്ലോ. മരിക്കുന്നിടം വരെയും ജോലി ചെയ്യാമല്ലോ. അങ്ങനെ ജീവിക്കാൻ പറ്റും. സുരേഷ് പറയുന്നത് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളെന്നാണ്. അപ്പോൾ ആ പുള്ളി ഇതുപോലെ ട്രാഫിക് റൂള് തെറ്റിച്ചു. ആ പുള്ളി പിന്നെ തെറ്റിച്ചതെന്ന് പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞത് ഇവിടെ ഈ സ്കൂൾ ബസ് നിർത്തുമ്പോൾ അവരെ സ്റ്റോപ്പ് സൈൻ വെക്കും. അതിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പുള്ളി അത് കണ്ടില്ല. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി ശ്രദ്ധിച്ചില്ല. പുള്ളി ഇടത്തൂടെ കയറ്റി നമ്മുടെ നാട്ടിലെ കണക്ക് വെച്ചൊരു വിടിയിൽ അവസാനം ക്യാമറയെ പതിഞ്ഞു, പിടിച്ചു. $1000 ഫൈൻ അടിച്ചു. അറ്റ്ലാന്റയിലാണ്. $1000 ഫൈൻ അടിച്ചു. ഫൈൻ അടിച്ചത് കൂടാതെ പുള്ളിക്ക് 2 ദിവസം മുനിസിപ്പാലിറ്റിയിൽ ജോലിയും കൊടുത്തു. റോഡ് മൊത്തം തൂക്കാൻ പറഞ്ഞു. അതാണ് പുള്ളി. ഞാനിത് കേട്ട്, എനിക്കിത് കേട്ടപ്പോൾ അമ്പരപ്പും ഒപ്പം കൗതുകവും തോന്നി. അപ്പോൾ പുള്ളിയോട് പറഞ്ഞ്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊന്ന് പ്രക്ഷേപണം ചെയ്യാം, നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാം. അയ്യോ എൻ്റെ പൊന്നെ ചതിക്കല്ലേ, നമ്മുടെ നാട്ടിലുള്ളവരറിഞ്ഞാൽ നമ്മൾ നാണക്കേടാന്നേ. ഇവിടെ ഉള്ളവർക്ക് നാണക്കേടില്ല ഇവിടെ, കാരണം ഇവിടെ ഇത് സ്വാഭാവികമല്ലയോ, ഇതിങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ നാട്ടിലിരിക്കുന്നവർക്ക് അതല്ലല്ലോ. അവന് മുനിസിപ്പാലിറ്റിയിൽ പണിയും കൊടുത്തെന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ ഇവിടുത്തെ ട്രാഫിക് റൂള് അത് വളരെ സ്ട്രിക്റ്റ് ആണ്. എല്ലാം ക്യാമറ കണ്ണുകളിലും ആണ്, സ്ട്രിക്റ്റ് ആണ്. ഞാൻ പിന്നീടൊരു വീഡിയോ ഞാൻ കാണിക്കും. ഇവിടെ റോബോട്ടുണ്ട് കേട്ടോ. അപ്പം പോലീസ് ഇതിനകത്ത് ഈ ടണലിനകത്ത് മൊത്തം ക്യാമറ കേട്ടോ. ടണലിലെല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്, മുഴുവൻ ക്യാമറയാണ് ടണലിൽ. ഇതെല്ലാം ഈ ടണൽ മുഴുവൻ ക്യാമറ കണ്ണുകളിലാണ്. ടണലിന്റെ പുറത്തും സിറ്റി മൊത്തം ക്യാമറ കണ്ണിലാണ്. എനിക്കൊന്ന് ഇത് 2 കിലോമീറ്റർ ഒന്നും അല്ലെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ നമ്മൾ 2 കിലോമീറ്റർ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലോ. 2 കിലോമീറ്റർ ഒന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇത് മനോഹരമായിരിക്കുന്നു. ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ച് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഒന്ന് വെക്കാൻ പറയണം. ഇതിനകത്തിപ്പോൾ കയറുന്നതിന് തന്നെ നമ്മുടെ പൈസ മേടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ പണിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു റോഡിൽ കൂടെ പോകണമെങ്കിൽ പോലും ടോള് കൊടുക്കണം. ആ ടോളൊക്കെ നമ്മൾ ആജീവനാന്താലും കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ടോളിൻ്റെ ഇത് കഴിഞ്ഞു, തീർന്നു. അങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് അടുത്തത് ഉണ്ട്. അടുത്ത ടോള് ഇപ്പോൾ ഉടനെ പിടിക്കും. കൺജങ്ഷൻ ഫീസ്. സിറ്റി കൺജങ്ഷൻ ഫീസ്. അയ്യോ, അങ്ങനെ ഒരു ഫീസും ഉണ്ടോ? അടുത്ത ഫീസ് ഉണ്ടോ? ക്യാമറ അതുകൊണ്ട് ന്യൂയോർക്ക് ഡൗൺ ടൗൺ, അപ് ടൗൺ. അപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ.